പണ്ട് സ്കൂളിലേക്ക് പോകുന്ന വഴിക്കെങ്ങാനും വെച്ച് ഒറ്റമൈനയെ കണ്ടാൽ അന്ന് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുമെന്നോ പരീക്ഷയിൽ തോക്കുമെന്നോ ഒക്കെ പേടിച്ചിരുന്നു. അതുകൊണ്ട് ഒറ്റമൈനകൾ പലർക്കും ചതിയന്മാരായിരുന്നു. മാത്രമല്ല, പണ്ട് എന്റെ സ്കൂളിന്റെ അരികിലുള്ള ഒരു വീട്ടിൽ ലജ്ജാവതി എന്ന പാട്ട് പാടുന്ന ഒരു മൈനയെ കൂട്ടിലിട്ട് വളർത്തിയിരുന്നു. കോമൺ മൈന, ഇന്ത്യൻ മൈന എന്നൊക്കെയാണ് മൈനയുടെ ഇംഗ്ലീഷ് പേരുകൾ. അതായത് മൈനയെ മൈന എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. സ്റ്റെർണിഡെ എന്നാണ് ഇവരുടെ കുടുംബ പേര്. അക്രിഡോതെറസ് ട്രിസ്റ്റിസ് എന്നാണ് ശാസ്ത്രനാമം. ഏഷ്യൻ വൻകരയാണ് മൈനകളുടെ ജന്മസ്ഥലം. അവിടുന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ കടന്നുകയറി. അതുകൊണ്ട് ലോകത്തിലെ ഒരു പ്രധാന കടന്നുകയറ്റക്കാരൻ പക്ഷിയാണ് ഇദ്ദേഹം. എന്തും തിന്നുന്ന ഒംനിവോറസ് സ്വഭാവക്കാരായതുകൊണ്ട് തന്നെ എവിടെ കൊണ്ടിട്ടാലും ഇവർ പിടിച്ചു നിൽക്കും, ജീവിക്കും. മഞ്ഞ നിറമുള്ള കൊക്കും കാലുമാണ് ഇവരുടേത്. ശരീരത്തിന്റെ മുക്കാൽ ഭാഗത്തിനും ബ്രൗൺ നിറമാണ്. തലയുടെ ഭാഗത്തും ചിറകുകളുടെ അരികുകളിലും കറുപ്പ് നിറമുണ്ട്. അതോടൊപ്പം വാലിന് താഴെയും ചിറകിന്റെ അരികിലുമൊക്കെ വെളുപ്പ് നിറവും കാണാൻ സാധിക്കും. ഇവരുടെ കണ്ണിനു ചുറ്റും ഒരു മഞ്ഞ അടയാളവും ഉണ്ട്. പെൺമൈനകൾ ഒറ്റയടിക്ക് 4 മുതൽ 5 മുട്ടകൾ വരെ ഇടാറുണ്ട്. ഇവരുടെ മുട്ടകൾക്ക് നീല നിറമാണ്. ചിലയിടങ്ങളിൽ മൈനയെ മാടത്ത എന്നും വിളിക്കാറുണ്ട്. മാടത്തക്കിളി മാടത്തക്കിളി പാടത്തെന്തു വിശേഷം എന്ന കവിത കേട്ടിട്ടില്ലേ?